നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ കുറച്ച് പുതിയ മോഡലുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. A32, A52, A72 അങ്ങനെ കുറച്ച് ഫോണുകൾ. അപ്പോൾ അതിനകത്ത് A32 എന്ന മോഡലിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ റിവ്യൂമാണ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ഫോൺ പെട്ടെന്ന് ക്വിക്കായിട്ട് അൺബോക്സ് ചെയ്യാനായിട്ട് കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ക്വാളിറ്റിയിലൊക്കെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോകൾ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഞാൻ അൺബോക്സ് ചെയ്യുന്ന ഫോണുകളെല്ലാം എനിക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തരുന്നത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ഹോം അപ്ലയൻസ് ഡീലറും ആയ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിൻ്റെ മണ്ണുത്തി ഷോറൂമായ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് മണ്ണുത്തി മൊബൈൽസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഷോപ്പിനകത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവിധ മൊബൈൽ ഫോണുകളും ഹോം അപ്ലയൻസും EMI ആയിട്ടും അതുപോലെ തന്നെ ഡിസ്കൗണ്ട് പ്രൈസിലൊക്കെ കിട്ടുന്നതാണ്. മാത്രമല്ല ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ചെല്ലുകയെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും ഓഫറുകളും കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഫോണിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് സാംസങ്ങിൻ്റെ A32 എന്ന മൊബൈലിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ തന്നെ ഗാലക്സി A32 എന്ന ഫോണിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഫോണിൻ്റെ ഒരു ഡിസൈൻ ബോക്സിനകത്ത് ഫോട്ടോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡുകളിലൊന്നും കാര്യമായിട്ട് കൊടുത്തിട്ടില്ല. ബാക്ക് സൈഡിൽ സാംസങ് ഗാലക്സി A32 എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൂപ്പർ AMOLED ഫുൾ HD+ ഡിസ്പ്ലേ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. 64 മെഗാ പിക്സലിൻ്റെ ഒരു ക്വാഡ് ക്യാമറയുള്ള മോഡലാണ് കൊടുത്തിട്ടുണ്ട്. 5000 mAh ആണ് ഈ ഫോണിൻ്റെ ബാറ്ററി എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് കുറച്ച് ക്യാമറ ഡീറ്റെയിൽസ്, ഫ്രണ്ട് ക്യാമറ 20 മെഗാ പിക്സലാണ്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 184 ഗ്രാമാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലുള്ളത്. അതുപോലെ മുകൾ ഭാഗത്തായിട്ട് ഇതിൻ്റെ IMEI നമ്പർ കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ഫോണിൻ്റെ കളർ എന്ന് പറയുന്നത് ഓസം ബ്ലൂ എന്ന കളറാണ്. 6GB റാമാണ്, 128GB സ്റ്റോറേജാണ്. അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ബോക്സിൻ്റെ സൈഡിലൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഫോൺ ഡയറക്റ്റായിട്ട് അൺബോക്സ് ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ആക്സറീസാണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത് എന്ന് നോക്കാം. നമുക്ക് ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അഡാപ്റ്റർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം ഫാസ്റ്റിൽ ചാർജ് കയറുന്ന ഒരു ഫാസ്റ്റ് ചാർജർ അഡാപ്റ്ററാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം 5000 mAh ആണ് ഈ ഫോണിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫാസ്റ്റ് ചാർജറിൻ്റെ ആവശ്യം ഇല്ല എങ്കിൽ കൂടി ഇതിനകത്ത് ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫാസ്റ്റ് ചാർജർ അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡാറ്റ കേബിൾ, ഇതൊരു Type-C ഡാറ്റ കേബിളാണ് വരുന്നത്. ഈ ഒരു ചാർജിങ് കേബിളും കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കേബിളാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഈ ഒരു ബോക്സിൻ്റെ കൂടെ ഇയർഫോണോ പൗച്ചോ നമുക്ക് കിട്ടുന്നില്ല. അതൊരു പോരായ്മയായിട്ട് പറയേണ്ട കാര്യമില്ല, കാരണം ഇപ്പോൾ വരുന്ന പല ഫോണുകൾക്കുള്ളിലും ഹെഡ്ഫോണുകളോ ചാർജറുകളോ ഇല്ലാത്തൊരു സാഹചര്യമാണ്. പിന്നെ ഈ ഒരു ബോക്സിനകത്ത് ഇതിൻ്റെ വാറണ്ടി കാർഡ്, അതുപോലെ യൂസർ മാനുവലും ഡീറ്റെയിൽസൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സിം എജക്റ്റിംഗ് ടൂളും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരം ആക്സറീസൊക്കെയാണ് ഈ സാംസങ്ങിൻ്റെ A32 എന്ന മോഡൽ അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. സാംസങ്ങിൻ്റെ A32 എന്ന മോഡൽ. ഇതിൻ്റെ ബ്ലൂ ഷെയ്ഡാണ് നമുക്ക് ഇന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ 4 കളർ വേരിയൻറ്റുകൾ കൂടി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ക്യാമറ പൊസിഷനൊക്കെ നോക്കുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ തന്നെ A52ഉം A72ഉമായിട്ട് ഒരുപാട് സാദൃശ്യം തോന്നിക്കുന്ന ഒരു ഡിസൈനാണ് A32ന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒറ്റ നോട്ടത്തിൽ ഡിസൈൻ വൈസും ക്യാമറ വൈസും ഒക്കെ നമ്മളൊരു ഫ്രഷ്നെസ് തോന്നിക്കുന്ന രീതിയിലുള്ള ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്ക് പാനൽ എന്ന് പറഞ്ഞാൽ വളരെയേറെ ഗ്ലോസിയാണ്, നല്ല തിളക്കമുള്ളൊരു ബാക്ക് പാനലാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ പ്രത്യേകിച്ച് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കളറാണ്. നല്ല തിളക്കമുണ്ട്, നല്ല ഗ്ലോസിയാണ്, പെട്ടെന്നൊന്നും സ്ക്രാച്ച് വീഴാത്ത ടൈപ്പ് ഒരു മെറ്റീരിയലാണ് ഇതിനകത്ത് ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകളും അതുപോലെ തന്നെ ഓൺ ഓഫ് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. 3 കീകളും ഒരു സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിൽ സിം കാർഡ് ഹോൾഡർ മാത്രമേ ഉള്ളൂ, മറ്റ് കീകളൊന്നുമില്ല. താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് ചാർജിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു Type-C ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീക്കർ ഗ്രില്ലുകൾ റൈറ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മൈക്കിൻ്റെ ഹോൾ കൊടുത്തിട്ടുണ്ട്. 3.5 mm ഓഡിയോ ജാക്കിന് വേണ്ടിയുള്ള ഹോളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഹെഡ്ഫോൺ ഇല്ല എന്നുള്ളൊരു പരാതി ഇതിനകത്ത് വരില്ല. അതുപോലെ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ ചാനലിനകത്ത് ഒരുപാട് വിവോ, ഓപ്പോ, സാംസങ്, LG, റെഡ്മി അങ്ങനെ ഒരുപാട് ഫോണുകളുടെ അൺബോക്സിങ് വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ അതുകൂടി കാണാൻ ശ്രമിക്കുക. അതുപോലെ റിപ്പയറിംഗ് വീഡിയോകളൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് അത്തരത്തിലുള്ള വീഡിയോകൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ ഇതാണ് നമ്മൾ സാംസങ്ങിൻ്റെ ഗാലക്സി A32 ഈ മോഡൽ ഓണായി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു ഫുൾ HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ വൈസ് നമുക്ക് യാതൊരുവിധ ഒരു കംപ്ലൈൻറ്റുകളോ ഒന്നും പറയാനില്ലാത്ത രീതിയിലുള്ള ഒരു പരാതികളോ പറയാനില്ലാത്ത രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. കണ്ടാൽ തന്നെ അറിയാം, വളരെയേറെ ക്ലാരിറ്റിയുള്ള നല്ല ബ്രൈറ്റ്നസ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ അരികുകൾ നോക്കുകയാണെങ്കിൽ തീരെ വെസൽലെസ് ആയിട്ട് നമുക്ക് വളരെയേറെ അരികുകളില്ലാത്ത രീതിയിലുള്ളൊരു ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഫുൾ സ്ക്രീനായിട്ട് നമുക്ക് ഒരു ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ആണ്. 90 ഹെർട്സ് റിഫ്രഷ് റേറ്റിൽ വരുന്ന ഒരു മൊബൈലാണ് സാംസങ്ങിൻ്റെ A32 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഗെയിമിങ്ങിനും പറ്റിയ ഒരു മൊബൈലാണ് A32 എന്ന് പറയുന്നത്. നല്ല രീതിയിൽ ഗെയിമിംഗ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ ടച്ച് യൂസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം, നല്ല രീതിയിൽ ടച്ച് റെസ്പോൺസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. 90 ഹെർട്സ് റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേയും അതിൻ്റെ കൂടെ തന്നെ ഒരു ഫുൾ HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ കൂടി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ടച്ച് റെസ്പോൺസും ഡിസ്പ്ലേയുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ നമുക്ക് 100-ൽ 100 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ സാംസങ് A32 എന്ന മോഡലിനകത്ത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഐക്കണുകൾ സെറ്റിങ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു Android 11 വരുന്ന മൊബൈലാണെന്നുള്ളത്. Android 11 വരുന്നതുകൊണ്ട് തന്നെ ഭാവിയിൽ Android 12 ഒരു അപ്ഡേഷനും കൂടി നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ വൈസ് ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു മൊബൈലാണ് ഈ സാംസങ്ങിൻ്റെ A32 എന്ന് പറയുന്നത്. നമുക്ക് ഈ ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് പോയിട്ട് ഈ ഫോണിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. സെറ്റിങ്സിനകത്ത് അബൌട്ട് ഫോണിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോണിൻ്റെ മോഡൽ നെയിം ഗാലക്സി A32 എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ മോഡൽ നെയിം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷനകത്ത് ഇതിലൊരു Android 11 പ്രവർത്തിക്കുന്ന മൊബൈലാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് MediaTekൻ്റെ Helio G80 എന്ന പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. തൊട്ട് മുൻപ് ഇറങ്ങിയ ഫോണുകളിലൊക്കെ നമ്മൾ എക്സിനോസും അതുപോലെ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഈ ഒരു മോഡലിനകത്ത് ഒരു G80 എന്നൊരു പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു ഗെയിമിംഗ് പ്രോസസ്സറാണ് വരുന്നത്. ഗെയിമിങ്ങിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു പ്രോസസ്സറാണ് ഈ G80 എന്ന് പറയുന്നത്. അപ്പോൾ പ്രോസസ്സറിൻ്റെ ഭാഗത്തു നിന്നും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കിട്ടുന്നൊരു മൊബൈലാണ് സാംസങ്ങിൻ്റെ A32 എന്ന് പറയുന്നത്. ഇതിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ 5000 mAh ആണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. നല്ല പവർഫുള്ളായ ഒരു ബാറ്ററിയാണ്, 5000 mAh. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ക്യാമറ കാറ്റഗറിയിലേക്ക് കിടക്കാം. ഈ ഫോണിൻ്റെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 64 മെഗാപിക്സലാണ്. 64 മെഗാപിക്സലിൻ്റെ മെയിൻ റിയർ ക്യാമറയും അതുപോലെ തന്നെ 8 മെഗാപിക്സലിൻ്റെ ഒരു സെക്കൻഡറി ക്യാമറ, 5 മെഗാപിക്സലിൻ്റെ വീതം മറ്റ് 2 ക്യാമറകളാണ് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ ഫോണിൻ്റെ ക്യാമറയെ കുറിച്ച് കാര്യമായിട്ടുള്ളൊരു റിവ്യൂ ചെയ്യുന്നില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു കാര്യമായിട്ടുള്ള ക്യാമറ സെറ്റിങ്സിനെ കുറിച്ച് പറയുന്നൊരു റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ക്യാമറ അത്യാവശ്യം നല്ലൊരു ഡീസൻ്റായ ക്യാമറയാണ്. സൂം ചെയ്താലും ക്ലാരിറ്റി പോകാത്ത രീതിയിലുള്ള ഒരു ക്യാമറയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 20 മെഗാപിക്സലാണ് ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത്. 20 മെഗാപിക്സലിൽ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഫ്രണ്ട് ക്യാമറയാണ്. ബ്യൂട്ടി മോഡും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഫ്രണ്ട് ക്യാമറയാണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും, അത്യാവശ്യം സൂം ചെയ്താലും ക്ലാരിറ്റി പോകാത്ത രീതിയിലുള്ളൊരു ഫ്രണ്ട് ക്യാമറയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാമറ വൈസും അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് കിട്ടുന്ന ഒരു മൊബൈലാണ് സാംസങ്ങിൻ്റെ A32 എന്ന് പറയുന്ന ഫോൺ. അപ്പോൾ ഞാൻ ക്യാമറയെ കുറിച്ച് കാര്യമായി ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓവറോൾ ഈ മൊബൈൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷനൊക്കെ ഉണ്ട്. ഈ ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം 21,999 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. 6 GB റാമിൽ 128 GB ആണ് ഈ ഫോണിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത്. 1 TB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ 5000 mAh ആണ് ഈ ഫോണിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിൽ തന്നെ 90 ഹെർട്സിൻ്റെ സ്ക്രീൻ റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് MediaTekൻ്റെ Helio G80 എന്നൊരു ഗെയിമിംഗ് പ്രോസസ്സറാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഗെയിമിങ്ങിന് പറ്റിയൊരു മൊബൈലാണ്. ക്യാമറ നോക്കുകയാണെങ്കിൽ 64 മെഗാപിക്സലിൻ്റെ മെയിൻ റിയർ ക്യാമറ വരുന്നുണ്ട്. അതിൽ തന്നെ പനോരമ മോഡ്, പ്രൊഫഷണൽ മോഡ്, ഫുഡ് മോഡ്, നൈറ്റ് മോഡ്, സൂപ്പർ മാക്രോ മോഡ്,
സ്ലോ മോഷൻ മോഡ്, അങ്ങനെ ഒരുപാട് ഓപ്ഷനുകളൊക്കെ ഇതിനകത്ത് ക്യാമറയ്ക്കകത്തും ഇൻബിൽട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇതൊരു ക്യാമറ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൊബൈലല്ല, എന്നാൽ കൂടി ക്യാമറയ്ക്കകത്ത് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു മൊബൈലാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. വൈഡ് ആംഗിൾ ക്യാമറ തന്നെ നമുക്ക് പല രീതിയിൽ നമുക്ക് വൈഡ് ആംഗിൾ ഷോട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ക്യാമറയെ കുറിച്ച് പിന്നീട് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓവറോൾ ഇതാണ് സാംസങ്ങിൻ്റെ A32 എന്ന മോഡൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് അൺബോക്സ് ചെയ്യാൻ കിട്ടിയ ഒരു ഫോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ക്വാളിറ്റിയിലൊക്കെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ എന്തെങ്കിലും വേറെ ഏതൊരു മൊബൈലിനെ കുറിച്ച് വീഡിയോകൾ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ചാനലിനകത്ത് ഒരുപാട് മൊബൈൽ ഫോണുകളുടെ അൺബോക്സിങ്ങും റിവ്യൂകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഫോണിനെ കുറിച്ച് റിവ്യൂ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ള കോൺടാക്റ്റ് ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് എ ലോട്ട്.